അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. യാത്രാ വൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് യാത്ര ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വായക്കാട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ആക്കോട് എന്ന പ്രദേശത്തേക്കാണ്. അവിടെ അന്തിയുറങ്ങുന്ന ഒരു മഹാൻ്റെ ചരിത്ര അന്വേഷണവുമായിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. സയ്യിദ് അബ്ദുൽ ഖാലിഖ് ജീലാനി റളിയല്ലാഹു അൻഹയുടെ മക്ബറയിലേക്കാണ് ഇന്നത്തെ യാത്ര. ഒരുപാട് കാലപ്പഴക്കം ചെന്ന ഒരു പള്ളിയാണ് ആക്കോടുള്ള ജീലാനി ശൈഖ് പള്ളി. ജിന്നുകൾ മുഖേന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരോട് ആത്മബന്ധം പുലർത്തുന്നതിൻ്റെ ഏറ്റവും തെളിവും കൂടിയാണ് ആക്കോടുള്ള ശൈഖ് ജീലാനി പള്ളിയിലേത്. കോഴിക്കോട് ജില്ലയോട് അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമപ്രദേശം കൂടിയാണ്. ഹിജ്റ 1225 ബാഗ്ദാദിൽ ജനിച്ച ശൈഖ് ജീലാനി മഹാനവറുകൾ ഇസ്ലാമിക പ്രചാരണവുമായിട്ടാണ് കേരളത്തിലേക്ക് യാത്ര വരുന്നത്. ഇദ്ദേഹം ശൈഖ് ജീലാനി മുഖേന ധാരാളം പേരാണ് ഇസ്ലാമിലേക്ക് ചേക്കേറി വന്നത്. നിരവധി കറാമത്തുകൾക്ക് ഉടമയും കൂടിയാണ് ശൈഖ് ജീലാനി തങ്ങൾ. മുഹീദ്ദീൻ ശൈഖ് ജീലാനിയുടെ പരമ്പരയിൽപ്പെട്ട മഹാനവറുകൾ കൂടിയാണ് ശൈഖ് ഖാലിഖ് ജീലാനി മഹാനവറുകൾ. ഇവിടെ സിയാറത്ത് ചെയ്തവർക്കറിയാം, ഈ ഒരു മക്ബറ ഒരു കാടിൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പുഴയോട് ചേർന്നാണ് ഈ ഒരു മക്ബറ സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ചരിത്ര അത്ഭുത കറാമത്തുകൾക്ക് ഉടമയും കൂടിയാണ് ശൈഖ് ഖാലിഖ് ജീലാനി മഹാനവറുകൾ. ഇവിടെ സിയാറത്ത് ചെയ്തവർക്ക് അതിൻ്റേതായ ഉത്തരം കിട്ടിയവർക്ക് അറിയാം ഈ മഹാൻ്റെ പവർ എന്താണെന്നൊക്കെ. നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അത്രക്കും വലിയൊരു മഹാനാണ് ഈ ശൈഖ് ജീലാനി തങ്ങൾ. മമ്പുറം തങ്ങളിലൂടെയാണ് ആക്കോട് ജീലാനി തങ്ങളുടെ ചരിത്രം തുടങ്ങുന്നത്. ഒരിക്കൽ മമ്പുറം തങ്ങളുടെ അടുത്തേക്ക് ആക്കോട്ടുകാർ യാത്ര തിരിച്ചു. ഒരു പ്രശ്നപരിഹാരത്തിനായിരുന്നു യാത്ര. അങ്ങനെ മമ്പുറം തങ്ങളുടെ അടുത്തെത്തിയ അവരോട് മഹാനായ കുത്തുബുസമാൻ മമ്പുറം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നത് എന്ന്. ഉടനടി ആക്കോട്ടുകാർ പറഞ്ഞ മറുപടിയാണ്, ഞങ്ങൾ ഒരു പ്രശ്നപരിഹാരത്തിന് വന്നതാണ് എന്ന്. അപ്പോൾ മമ്പുറം തങ്ങൾ പറഞ്ഞ മറുപടിയാണ്, നിങ്ങൾക്ക് ആക്കോട്ടുകാർക്ക് പ്രശ്നപരിഹാരത്തിന് അവിടെ ഉടനടി ഒരു തങ്ങളുണ്ടല്ലോ എന്ന്. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ആക്കോട്ടുകാരെ മൗലദ്ദീവിലെ തങ്ങൾ യാത്ര പറഞ്ഞയച്ചു. നാട്ടിലങ്ങനെ ആക്കോട്ടുകാർ വന്ന ഉടനെ കാര്യം തിരക്കിയപ്പോൾ നാട്ടിലാകെ പാട്ടായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ വാർത്ത സത്യമായിരിക്കുന്നു. വാഴക്കാടിനടുത്ത ആക്കോട് എന്ന പ്രദേശത്ത് ചാലിയാർ പുഴയിലൂടെ ഒരു തങ്ങൾ ആക്കോട് എന്ന പ്രദേശത്ത് എത്തിയിരിക്കുന്നു. ദുആ ചെയ്യിപ്പിക്കാനും കാണാനും വേണ്ടി ധാരാളം പേരാണ് ശൈഖ് ജീലാനി തങ്ങളുടെ അടുത്തേക്ക് എത്തിയത്. ഈ മഹാൻ്റെ അടുക്കൽ എന്ത് ഉദ്ദേശം വെച്ചാണോ നമ്മൾ സിയാറത്ത് ചെയ്യാനെത്തുന്നത്, അതിന് ഉടനടി പരിഹാരമായിരിക്കും മഹാനവറുകളുടെ അടുക്കൽ നിന്നും കിട്ടിയിരിക്കുക. അത് ഇവിടെ സിയാറത്ത് ചെയ്തവർക്കറിയാം. പൈശാചിക ഉപദ്രവങ്ങൾക്കൊക്കെ അധികം പേരും ഇവിടെ സിയാറത്തിനായി എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആക്കോട് വീടും പള്ളിയും സ്ഥാപിച്ച മഹാനവറുകൾ അവിടെ നിന്നു തന്നെയാണ് കല്യാണവും കഴിച്ചത്. ജിന്നുകൾ വന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ പള്ളിയുടെ മുകളിലെ നിലയിൽ ജിന്നുകളുടെ കൈകൊണ്ട് എഴുതിയ ഒരു ലിപി കാണാം. ശൈഖ് ഖാലിഖ് ജീലാനി മഹാനവറുകളോട് ജിന്നുകൾ സംവാദം ചെയ്തു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവും കൂടിയാണ് ഈ പള്ളിയുടെ മുകളിലെ നിലയിൽ കാണുന്ന ലിപി. ഈ മുകളിലെ നില അധികം ആൾക്കാർക്കൊന്നും തുറന്ന് കാണിച്ചു കൊടുക്കുന്നില്ല. എന്താ പറഞ്ഞാൽ അത് വരുന്നവരൊക്കെ അതിൻ്റെ മുകളിൽ കയറി അനുവാദമില്ലാതെ
വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ പൂട്ടിയിട്ട നിലയിലായിരുന്നു ഞാൻ പോയപ്പോൾ കണ്ടത്. ഞാൻ അവിടുന്ന് അനുവാദം വാങ്ങിയിട്ടാണ് അത് തുറന്നിട്ട് കാണാൻ കഴിഞ്ഞത്. ഈ മഹാനവറുകൾ ഇവിടെ വന്നെത്തിയത് ആക്കോട് എന്ന പ്രദേശത്ത് വരുന്നത് ചാലിയാർ പുഴയിലൂടെ ഒരു മത്സ്യത്തിൻ്റെ പുറകിലേറിയാണ് എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഒരിക്കൽ പള്ളിയുടെ സമീപത്തുള്ള പുഴക്കടവിൽ നിന്നും ഒരാൾ ഒരു കാഴ്ച കണ്ടു. മീൻ പിടിക്കാൻ പോയ ഒരാളായിരുന്നു ആ കാഴ്ച കണ്ടത്. അയാൾ കണ്ട കാഴ്ച ഇപ്രകാരമായിരുന്നു. പുഴയുടെ മറുകരയിൽ നിന്നും ഷെയ്ഖ് ഖാലിഖ് ജീലാനി തങ്ങളും കൂട്ടരും വെള്ളത്തിന് മുകളിലൂടെ പുഴയിലൂടെ നടന്നു വരുന്നത്. അങ്ങനെ അടുത്തെത്തിയപ്പോൾ മഹാനായ ഷെയ്ഖ് ഖാലിഖ് ജീലാനി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഉടനടി അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ വന്നതാണ് ഇവിടെ. ഉടനടി ഷെയ്ഖ് ജീലാനി തങ്ങൾ ആ മീൻ പിടിക്കാൻ വന്ന യുവാവിനോട് പറഞ്ഞു, ഞങ്ങളെ കണ്ട കാര്യം നിങ്ങൾ മറ്റുള്ളവരോട് ആരോടും ഒന്നും പറയരുത് എന്ന്. ഇപ്രകാരം പറഞ്ഞ് ജീലാനി തങ്ങളും കൂട്ടരും പള്ളിയുടെ ഉള്ളിലേക്ക് നടന്നു നീങ്ങി. സത്യത്തിൽ ആ കണ്ട ജീലാനി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ജിന്നുകളായിരുന്നു അത്രേ. അങ്ങനെ അയാളെ വെള്ളത്തിൻ്റെ മുകളിലൂടെ വന്ന കാഴ്ച മനസ്സിലിങ്ങനെ അദ്ദേഹത്തെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു. ഈ കാഴ്ച കണ്ടത് അദ്ദേഹം ഒരു പരിഭ്രമം ഉള്ളിലിങ്ങനെ ഉടലെടുത്തു. പക്ഷേ അയാളുടെ ഉള്ളിൽ ജീലാനി തങ്ങൾ പറഞ്ഞ കാര്യവും ഓർമ്മ വന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥതയായി. ഈ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അയാൾ വീട്ടിൽ പോയി പറഞ്ഞു. ഉടനടി അയാളുടെ മനോനില തെറ്റി. പിന്നീട് ഷെയ്ഖ് ജീലാനിയുടെ അടുത്ത് പോയി അദ്ദേഹം മാപ്പ് പറയുകയും അയാളുടെ നില പഴയ നിലയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ജിന്നുകളോട് അധിക ബന്ധം പുലർത്തിയിരുന്ന ഒരു വലിയ മഹാപണ്ഡിതൻ തന്നെയാണ് ഷെയ്ഖ് ഖാലിഖ് ജീലാനി തങ്ങൾ.